ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ വന്ന ടി.പി. വധക്കേസിലെ ഹൈക്കോടതി വിധി വടകരയിൽ ചർച്ചയാക്കാനൊരുങ്ങി കോൺഗ്രസ്. ഇടതുകോട്ടയായിരുന്ന വടകര തിരിച്ചുപിടിക്കാൻ ജനകീയ മുഖമായ കെ ശൈലജയെ ഇറക്കാൻ സിപിഐഎം തയ്യാറെടുക്കുമ്പോഴാണ് ടി.പി. ചന്ദ്രശേഖരൻ വധം വീണ്ടും സജീവ ചർച്ചയാകുന്നത്. CPM വിട്ട് ടി.പി. ചന്ദ്രശേഖരൻ RMP രൂപീകരിച്ച 2009 തകർന്നതാണ് കടത്തനാടൻ മണ്ണിലെ ഇടതുകോട്ട. എൻ ഷംസീറിലൂടെയും പി ജയരാജിലൂടെയും തകർന്ന കോട്ട തിരിച്ചുപിടിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ട ചുവന്ന ഭൂമി. കെ ശൈലജ എന്ന ജനകീയ മുഖത്തിലൂടെ അങ്കത്തട്ടിലേക്ക് ഇറങ്ങാനൊരുങ്ങുമ്പോൾ വീണ്ടും ടി.പി. എന്ന രണ്ടക്ഷരം CPM നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്നു. ടി.പിയെ കൊന്ന കേസിൽ മാർക്സിസ്റ്റുകാരുടെ കയ്യിലുള്ള ചോരക്കറ അത് തീർച്ചയായിട്ടും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് ജനങ്ങൾ ചർച്ച ചെയ്യും. കുറ്റം ചെയ്തവർക്ക് കോടതി മാത്രമല്ല ജനകീയ കോടതിയിലും അവർക്ക് ശിക്ഷ വിധിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചു എന്ന ഗോവിന്ദൻ മാസ്റ്ററെ പ്രസ്താവന ഏറ്റവും തമാശയായിട്ട് ഞാൻ കാണുകയാണ്. കാരണം ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചു. ടി.പി. വധത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന വിശദീകരണം ഇക്കുറിയും ഇടതു നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ ആവർത്തിക്കേണ്ടി വരും. കെ മുരളീധരന്റെയും കെ ശൈലജയുടെയും ജനകീയ സ്വീകാര്യത വടകരയിൽ ഏറ്റുമുട്ടാനൊരുങ്ങുമ്പോൾ ടി.പി. എന്ന നിശബ്ദ സാന്നിധ്യം ഇത്തവണയും വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്. റിപ്പോർട്ടർ, കോഴിക്കോട്.